അത് പേപ്പർ നിർദ്ദേശമാണോ അത്രയും പറഞ്ഞത്? എവിടുന്നാണ് അത്രയും കൊണ്ടുവരുന്നേ? എടാ നിന്റെ അമ്മയോട് ചോദിച്ചൂടെ? എന്റെ അമ്മേന്റെ അടുത്തോ? ബർത്ത്ഡേക്ക് ഒരു 1000 റുപ്യ ചോദിച്ചപ്പോ ഓടിച്ചടിച്ച ആളാ. ഈ തവണ എന്റെ ബർത്ത്ഡേ എന്ന് പറ. കണക്കായി 2 അടി എക്സ്ട്രാ കിട്ടും. ഐഡിയ, നമുക്ക് കടം വാങ്ങിച്ചാലോ? വനജാക്ഷിയുടെ അടുത്തുനിന്നോ? അവളുടെ പലിശ അടച്ചു തീർക്കാൻ നിന്റെ ഒക്കെ അണ്ടർവെയർ വരെ വിൽക്കേണ്ടി വരും. അവളെ ഈ നാട്ടുകാർ വിളിക്കുന്നത് തന്നെ പലിശ വനജ എന്നാ. അവളുടെ അടുത്ത് കടം ചോദിക്കാൻ പോകുന്നു. വനജാക്ഷി ഡാ, എങ്ങോട്ടാടാ നടന്നു പോകുന്നേ? കള്ളന്മാർക്ക് ഇങ്ങനെയാണോ പോവാറ്? മതില് കയറി ചാടണം, പ്രൊഫഷണാലിറ്റി ഉണ്ടാവണം. എടാ ഒന്ന് വാടാ. ചെല്ലടാ, ചെന്ന് ചാടിക്കൊടു. വാ വാ. എടാ എങ്ങനെയാ പോണ്ടേ? ആ വഴിക്കും പോവാ, ഈ വഴിക്കും പോവാ, ഏത് വഴിക്ക് വേണേലും പോവാ. വാടാ, ടെൻഷൻ അടിച്ച് എന്റെ കൈയൊക്കെ വേർക്കുവാ. എടാ അത് വേർപ്പല്ലടാ, ചോരയാ. കണ്ടില്ലേ? നീ ഒന്ന് പോടാ. എല്ലാരും കുറച്ച് വേണ്ടാതിരിക്കണം. ഓക്കെ, വാ വാ. എന്താണ് ഇത്? യക്ഷിയെ പോലുണ്ടല്ലോ. എടാ ആരാടാ നിങ്ങൾ? ഓ, അമ്മ പറഞ്ഞത് നിങ്ങളെയാണോ? അതെ അതെ, എന്നെ തന്നെയാ. രാവിലെ ബസ്സിൽ വരുന്നല്ലേ പറഞ്ഞത്? ആ, രാവിലെ വരാൻ ബസ്സിന് പൈസ ഇല്ലാത്തോണ്ട് രാത്രി തന്നെ വന്നു. ശരി, അകത്തേക്ക് വാ. ശരി ശരി. അവിടെ ഇരിക്കേ. വീട് നന്നായിട്ടുണ്ട്. നന്നായിരിക്കും, മാഡത്തിന്റെ സെലക്ഷനാ. നിങ്ങളെന്താ കരി തേച്ചോണ്ട് വന്നിരിക്കുന്നേ? അത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാ, എല്ലാവരും കറുത്തിട്ടാ ഉണ്ടാവുക. ഏത് നാട്? എന്തെങ്കിലും പറഞ്ഞു നിക്കണ. ജിംബാബെ. ജിംബാബെയോ? അതെ. അപ്പോ മലയാളത്തിൽ എങ്ങനെയാ സംസാരിക്കുന്നത്? അത് കോളേജിലെ സെക്കൻഡ് ലാംഗ്വേജ് ഞങ്ങള് നിനക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. എന്തോ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ല. വിശ്വാസമില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ചാ ചാ ചീ ചാ ചാ ചൊയ്യാ ചാ ചാ ചീ ചാ യാ ചാ 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 ചീ ചാ ചാ ചീ ചാ. എടാ ഞാനിപ്പോ എന്ത് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? നിങ്ങൾ വഴക്ക് പറഞ്ഞതല്ല, കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി പാട്ട് സിംബാബ്വെ ഭാഷയിൽ പാടിയതാ. പുഷ്പ ആർക്കും അടങ്ങില്ലടാ. ഞാൻ വിശ്വസിക്കില്ല. എന്തേലും ഇവനെ നോക്കിയേ. എന്നല്ലേ ഇവനെ? അവനെ തന്നെ നോക്കുന്നേ. ആ, ഇവന്റെ മുഖം ജിംബാബ്വെ പോലെ ഉണ്ട്. ശരി, കോഫി കുടിക്കുന്നോ ടീ കുടിക്കുന്നോ? ഞങ്ങൾക്കൊന്നും വേണ്ട. എന്തേലും ഒന്ന് കുടിക്കണം, അല്ലെങ്കിൽ മാഡത്തിന് ദേഷ്യം വരും. കാപ്പി കാപ്പി കാപ്പി. കോഫി മതി. കോഫി പൗഡർ ഇല്ല, ടീ എടുത്തോണ്ട് വരാം. എന്താടാ ഇത്? ഡാ, കാശ് മുഴുവനും ചാക്കി കെട്ടി വെച്ചിരിക്കുവാടാ. നിനക്ക് ബുദ്ധിയില്ലടാ. ആരെങ്കിലും പൈസ ചാക്കി കെട്ടി വെക്കൂ? പൈസ ബീറോലല്ലേ വെക്കാറ്? കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിക്കാം. ഒന്ന് അടുത്തേക്ക് വാ. നോക്ക്, നിങ്ങൾ രണ്ടുപേരും താഴെ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും മോള് പോയിട്ട് വരാം. ഞങ്ങൾ പോയിട്ട് വരാം. പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. ഒച്ചയാക്കാതെ വാടാ. എന്റെ അമ്മയെ പേട്ട്. എടാ പാലരാജേ, പാലരാജേ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. എന്താടാ? നമ്മള് മൊത്തം എത്ര പേരെ കക്കാൻ വന്ന്? 4 പേര്. നമ്മള് 4 പേര് കൂടാതെ ഒരുത്തൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആരാടാ അത്? ദാ ഇവനാടാ. നീയാണോ? ഞാനാ. തലയ്ക്ക് ഒരു വേവുമില്ല. ഒന്ന് പോടാ. ഇട നീ എന്താടാ നോക്കുന്നേ? എന്റെ അമ്മേ, ഇവക്ക് എന്താടാ ഇത്ര ഭംഗി? ഇട കണ്ടത് നോക്കി നിൽക്കാതെ നമ്മൾ എന്തിനാണോ അത് അന്വേഷിക്കടാ. ഇവള് പലിശക്ക് കൊടുക്കാണോ അതോ വാടകയ്ക്ക് കൊടുക്കാണോടാ? അവള് ഇടുപ്പ് നല്ല രസമുണ്ടാ. ഞാൻ ചാടാൻ പോടാ. ചിലര് പൈസ ബീറോയിൽ വെക്കാതെ മെത്തയ്ക്ക് അടിയിലായിരിക്കൂടാ വെക്കുന്നേ. അതുകൊണ്ടാ ഞാൻ പോയി ഇപ്പൊ എടുത്തിട്ട് വരാം.
കുറച്ച് ഭംഗി കൂടുതലാ എനിക്ക്. അയ്യോ ഏതാടാ ഈ കിളവി? ഈ കിളവി ചിരിക്കുന്ന ശബ്ദമാണോ കേട്ടത്? കിളവി പാട്ട് പാടുന്നരാ. ആയിരം കണ്ണുമായി കാത്തിരുന്നു വാടാ എന്റെ അടുത്തേക്ക് മോനെ. കിളവിയുടെ റൊമാൻസ് കണ്ടോ? നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ ജീവിച്ചപ്പോ എനിക്ക് ലോക വിവരമില്ലായിരുന്നു. നിന്റെ ചിരിക്കോ നിന്റെ മനസ്സിനോ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഒരേ ഒരു പ്രാവശ്യം ഒരേ ഒരു പ്രാവശ്യം എന്താന്ന് പറ. എന്നെ ശാന്തമോളെ വിളിക്കോ? ശാന്ത ബേബി. അയ്യോ എത്ര സ്നേഹത്തോടെയാ വിളിക്കുന്നേ. എന്റെ പൊന്നെ ഈ സ്വർണം മുഴുവനും നിങ്ങക്കാ. സ്വർണ്ണവള എന്തിനാ അങ്ങനെ ചെയ്തത്? എങ്ങനെ ചെയ്തേ? അയ്യോ അടിക്കലേ. അയ്യോ തരല്ലേ. അയ്യോ അയ്യോ അയ്യോ. എന്തിനാണ് കിളി മേടിച്ചത്? സാരല്ല അടിച്ചോട്ടറാ. വള നിന്റെയിലല്ലേ? എന്തോടെ പ്രശ്നം? വള കിട്ടിയളിയാ. എല്ലാവർക്കും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖ. പക്ഷെ ഈ കിളവിക്ക് വള ഊരി കൊടുക്കുന്ന അസുഖം ഉള്ളത്. എങ്ങോട്ടാ പോന്നെ? അതെ ഞാൻ പോവാം. ഇന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോ നീ വേറെ വെച്ചോണ്ടിരിക്കാനല്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ വിഷം തന്ന് കൊന്നത്. ഇനി നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നീ എനിക്ക് ദ്രോഹം ചെയ്തു. അതുകൊണ്ടാ ഞാൻ നിന്നെ കൊന്നത്. ആ കിളവി അവളെ ഭർത്താവിനെ കൊന്നേടാ. കുറച്ച് വിട്ടിരുന്നെങ്കിൽ എന്നെ കൂടെ കൊന്നേനെ. ഇവളുണ്ടല്ലോ, ഇവൾ ആരെയാ നോക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതാ കട്ടൻ ചായ. അല്ല നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത്? ചാരായം കൊണ്ടുവരട്ടെ? ചാരായോ? പിന്നെന്തിനാ ചായ തന്ന സമയം കളയുന്നേ? നിങ്ങൾ പോയി എടുത്തിട്ട് വാ. താടാ ഇങ്ങിതാ. കൊണ്ടുവാ. ഇപ്പൊ തന്നെ ചായം. നിനക്കെന്താടാ പ്രശ്നം? കൈ എന്റെ എനിക്ക് ഒത്തിരി പേരിക്കുന്നു. പ്ലീസ് ഇവിടുന്ന് ഇടലും കുടിക്കില്ല. ചെല്ല്. വാടാ.